ഇത് ചേട്ടൻ്റെ ചേച്ചോ എൻ്റെ ഒരു മരുന്നൊക്കെ വാങ്ങിച്ചു. എൻ്റെ ഭർത്താവ് മരിച്ച്. ചേച്ചിയുടെ സഹോദരനാണ് ഇതല്ലേ? എൻ്റെ സഹോദരന് 3 വർഷമായി ഡയാലിസിസ് ചെയ്യുകയാണ്. വീഡിയോ കാണുന്നവർ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നമസ്കാരം. ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഇന്നൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഞാനിപ്പോൾ കുറേ കാലമായിട്ട് വീഡിയോ ഒക്കെ ചെയ്യാതിരിക്കുകയാണ്. ഈ ചേട്ടൻ എന്നെ തേടി ചേച്ചിയും ചേട്ടനും ഒക്കെ കുറേ നാളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ഈ ചേട്ടൻ്റെ അവസ്ഥ എന്ന് പറയുമ്പം വൃക്കകളും തകരാറിലായിട്ട് 5-6 വർഷമായിട്ട് ഡയാലിസിന് വിധേയനായിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ്. ഇപ്പം നാട്ടിലുള്ള ആൾക്കാരൊക്കെ പിരിച്ചു കൊടുത്തിട്ടുള്ള ചെറിയ ചെറിയ തുക കൊണ്ടൊക്കെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. എൻ്റെ ഭർത്താവ് മരിച്ച്. ചേച്ചിയുടെ സഹോദരനാണ് ഇതല്ലേ? എൻ്റെ സഹോദരന് 3 വർഷമായി ഡയാലിസിസ് ചെയ്യുകയാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡിനോടാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 1 മാസം എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട്. ഹസ്ബൻഡിന് എന്ത് പറ്റിയായിരുന്നു? കരൾ രോഗമായിരുന്നു. ഓ ശരി ശരി. അപ്പം ഇനിയിപ്പോൾ ചേട്ടൻ്റെ കാര്യങ്ങൾ നോക്കാനെന്ന് പറയുമ്പം ചേച്ചി മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു സാഹചര്യമാണ്. ഇപ്പോൾ എവിടുത്തെ ട്രീറ്റ്മെൻ്റ് ആണ്? വണ്ടാനം മെഡിക്കൽ കോളേജ് ഡോക്ടർ ഗോമതി മാടത്തെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ എന്താണ് പറയുന്നത്? ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ഞങ്ങൾക്ക് 2 പേർക്കും ജീവിക്കാൻ വേറെ മാർഗമില്ല. എത്ര ഡയാലിസിസ് ചെയ്യണം? മാസത്തിൽ എങ്ങനെയാണ്? ആഴ്ച 2 എണ്ണം. എവിടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മാവേലിക്കര ഹോസ്പിറ്റലാണ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഹുദാത്തസ്റ്റിലായിരുന്നു. ഇപ്പം മാവേലിക്കര ഹോസ്പിറ്റലാണ് ഡയാലിസിസ് ചെയ്യുന്നത്. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കിഡ്നി മാറ്റി വെക്കണമെന്നാണ് പറഞ്ഞത്. മാറ്റി വെക്കണമെന്ന്. ഗിരീഷേട്ടൻ എന്ത് ജോലിക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്? പാറയുടെ പണിയായിരുന്നു. വർഷങ്ങളായിട്ടുള്ള അസുഖമായിരുന്നു. അപ്പോൾ ഡയാലിസിസ് തുടങ്ങിയിട്ട് 3 വർഷമായിട്ടുള്ളൂ. 3 വർഷം കൊണ്ടാണ് ഇപ്പോൾ കിഡ്നി മാറ്റി വെക്കണമെന്ന് പറയുന്നത്. അമ്മയും അച്ഛനും ഒക്കെ മരണപ്പെട്ടു. വിവാഹം കഴിച്ചിട്ടില്ല അല്ലേ? വിവാഹം കഴിച്ചിട്ടില്ല. ചേച്ചിയും ചേട്ടനും ആയിട്ടാണ് ഇവിടെ വന്നത്, ഈ വീട്ടിൽ ആയത്. ഓ ശരി ശരി. അപ്പം സഹോദരിയും ചേട്ടനുമാണ് ഇവിടെ താമസം. പിന്നെ പുള്ളിക്കാരനുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഇപ്പം പെങ്ങളുടെ ഭർത്താവ് മരിച്ചുപോയി. 1 മാസമായി. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ട്രാൻസ്പ്ലാന്റ് നടന്നെങ്കിലേ പറ്റത്തുള്ളൂ. അതിന് ഡോക്ടർ എത്ര രൂപയാണ് പറയുന്നത്? ഡോക്ടർ പറയുന്നത് പ്രൈവറ്റായിട്ട് ചെയ്യുവാണെങ്കിൽ 30 ലക്ഷം രൂപയോളം ആകുമെന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇത് ഗിരീഷ് ചേട്ടൻ്റെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് ഈ നാട്ടിലുള്ള ആൾക്കാരെല്ലാം ഇവിടെ ഒരു ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി അടിച്ചിട്ടുള്ളൊരു പോസ്റ്ററാണ്. എൻ്റെ കയ്യിലുള്ളതെന്ന് പറയുമ്പം ഇദ്ദേഹത്തിന് ഡയാലിസിസ് ചെയ്യുന്ന ഡീറ്റെയിൽ ആണ്. ഞാൻ നോക്കിയിട്ട് തന്നെ ഇതിപ്പോൾ കുറേ വർഷമായിട്ടാണ് ഈ ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് തന്നെ അറിയാം ഒരു ഡയാലിസിസ് ചെയ്യുമ്പോൾ എന്തുമാത്രം ചിലവ് വരും. മാത്രമല്ല ഈ ഒരു സാധാരണ കുടുംബമാണ്, ഒരു ചെറിയ വീടാണ്. ഈ വീട് തന്നെ ചെയ്തു കൊടുത്തത് നങ്ങിയാറുകുളങ്ങര, ഹരിപ്പാട് നങ്ങിയാറുകുളങ്ങരയിലെ കന്യാസ്ത്രീ മഠത്തിലെ കന്യാസ്ത്രീകളാണല്ലേ? അപ്പോൾ അവരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. വീഡിയോകൾ ചെയ്യുമ്പോൾ കുറേയധികം ബുദ്ധിമുട്ടുകളുണ്ട് അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നതായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പലരുടെയും കാര്യത്തിൽ ഇടപെടാതെ പിന്നോട്ട് നിന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ്റെ ഈ ഒരു സാഹചര്യം നിങ്ങൾ നേരിട്ട് കാണുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഈ ചേട്ടന് വേണ്ടി ഉണ്ടാകണം. ഞാൻ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽ വീഡിയോയിൽ കൊടുക്കാം. എല്ലാവരുടെയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഈ ചേട്ടന് വേണ്ടി ഉണ്ടാകണം. കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗം എന്നൊക്കെ പറയുമ്പം ഈ സാധാരണ കുടുംബത്തിന് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ്. മരുന്നിന് തന്നെ ഒരു നല്ലൊരു എമൗണ്ട് ആവും. പിന്നെ ട്രാൻസ്പ്ലാന്റേഷന് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ 10-30 ലക്ഷം രൂപ വരും. അതിന് ഒരാളുടെ കെയർ വേണം. അപ്പോൾ അത്രത്തോളമൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. അപ്പോൾ ചേട്ടനെ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഇത് ചേട്ടൻ്റെ ചേച്ചോ എൻ്റെ ഒരു മരുന്നൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പം നിങ്ങളും മാക്സിമം ചേട്ടനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാൻ അക്കൗണ്ട് നമ്പർ കൊടുക്കാം. ആരുടെ അക്കൗണ്ട് നമ്പറാണ്? എൻ്റെ തന്നെ. ചേട്ടൻ തന്നെ അക്കൗണ്ട് ഗൂഗിൾ പേ ഉണ്ടല്ലോ? ഞാൻ അക്കൗണ്ട് ഡീറ്റെയിലും ഗൂഗിൾ പേ നമ്പരും വീഡിയോയിൽ കൊടുക്കാം. അപ്പം മാക്സിമം നിങ്ങൾ എല്ലാവരും ഒന്ന് ചേട്ടനെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ.